പെരുന്നാൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ലേ, കാലം കുറച്ചായി പെരുന്നാൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് പെരുന്നാൾ ബിരിയാണി നോമ്പിൻ്റെ സ്നാക്സും ഒക്കെ കൊണ്ടുത്തരും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കാത്തിരിക്കും നോമ്പായാലും പെരുന്നാളായാലും ഒക്കെ ഈ ബിരിയാണിക്ക് സ്നാക്സിനും വേണ്ടി. ഇപ്പോഴോ നമുക്കൊക്കെ പണ്ട് തന്ന ഉമ്മമാരെ മരുമക്കളാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഈ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ദൗത്യം യുനെസ്കോയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ പെരുന്നാളിനും നോമ്പിനും നമുക്ക് കൃത്യമായിട്ട് സ്നാക്സും ബിരിയാണിയും ഒക്കെ എത്തിക്കും. ഈ ബിരിയാണിക്കൊരു പ്രത്യേകതയുണ്ട്. കാര്യം ബിരിയാണി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെയല്ല. നമുക്ക് ബിരിയാണി ആരെങ്കിലും ഉണ്ടാക്കി പാർസൽ ചെയ്ത് കൊണ്ടുത്തരുമ്പോൾ ആ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ പെരുന്നാൾ ബിരിയാണിക്ക് വേറെ ഒരു ടേസ്റ്റും, കാര്യം അത് സ്നേഹത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു സാധനമായതുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എങ്ങാനും ഇനി പെരുന്നാളിൻ്റെ അന്ന് നമ്മളന്ന് ലീവല്ലേ എന്ന് കരുതി എങ്ങോട്ടെങ്കിലും പോയാൽ യൂനിസ്കാക്ക് വലിയ വിഷമവും ദേഷ്യവും ഒക്കെയാണ്. 100 തവണ വിളിക്കും, നിങ്ങൾ എത്തിയോ 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 എന്ന്. അന്നും ഇന്നും നമുക്ക് ഭക്ഷണം തന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ ബിരിയാണി കഴിക്കട്ടെ.